ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ 25 പ്രവാചകന്മാരുടെ ജനനവും ജീവിതവും മരണവും തുടങ്ങി അവരുടെ ജീവിതത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണിത്. ഹദീസിൽ 25,000 പ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഖുർആനിൽ 25 പ്രവാചകന്മാരെക്കുറിച്ച് മാത്രമാണ് പരാമർശിക്കുന്നത്. മനുഷ്യർ വഴി തെറ്റുമ്പോൾ അല്ലാഹു അവർക്കിടയിലേക്ക് ഓരോ പ്രവാചകന്മാരെ അയക്കും. അവർ പ്രബോധനം നടത്തുകയും ജനങ്ങളെ നന്മയുടെ പാതയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുമായിരുന്നു. ആദം നബിയെക്കുറിച്ചും ഇദ്രീസ് നബിയെക്കുറിച്ചും നൂഹ് നബിയെക്കുറിച്ചും മുന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. ഇനി നമുക്ക് നാലാമത്തെ പ്രവാചകനായ ഹൂദ് നബിയുടെ ചരിത്രം കേൾക്കാം. നൂഹ് അലൈഹിസ്സലാമിന്റെ മകനായ സാമിന്റെ പിൻഗാമികളിൽ നിന്നുള്ളവനായിരുന്നു ഹൂദ് അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തിന്റെ നാമം 7 തവണ പരാമർശിച്ചിട്ടുണ്ട്. അറേബ്യയിലെ ഒമാനിലെ ആദ് സമുദായത്തിലേക്കാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടത്. ആദ്യമായി വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബിയെ സംസാര ഭാഷയായി ഉപയോഗിച്ചത് ഹൂദ് അലൈഹിസ്സലാമിന്റെ കാലത്താണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അദ്ദേഹത്തിന്റെ ജനത കായിക ശക്തിയിൽ വൻപന്മാരായിരുന്നു. വലിയ പാറകഷ്ണങ്ങൾ മലമുകളിലേക്ക് ചുമന്നുകൊണ്ട് പോവുകയും അവിടങ്ങളിൽ വലിയ സ്തൂപങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുമായിരുന്നു. കാണികളെ അമ്പരപ്പിക്കുന്ന ആ കൊത്തുപണികൾ അവരുടെ ശക്തിയുടെയും പ്രതാപത്തിന്റെയും ചിഹ്നമായിരുന്നു. ആദ് സമൂഹത്തെപ്പോലെ ശക്തരും മല്ലരുമായ ഒരു സമൂഹത്തെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്റിൽ കാണാം. അതിശയകരമായ വൈഭവത്തോടെയാണ് അവർ തമ്പങ്ങളും പാർപ്പിടങ്ങളും നിർമ്മിച്ചിരുന്നത്. ആദുകാരുടെ പാർപ്പിടങ്ങൾ ഇന്നും അത്ഭുതകരമായ സൃഷ്ടിയായി യമനിൽ അവശേഷിക്കുന്നു. പർവ്വതങ്ങളുടെ മുകളിൽ പാറ തുറന്ന രീതിയിൽ കൊത്തുപണികളോടെ മനോഹരമായ ആ കാഴ്ച യമനിൽ പോയാൽ ഇന്നും കാണാം. ശില്പികൾ എന്ന് പേര് കേട്ട അവർക്ക് ശരീരബലത്തിനൊത്ത ധീരതയും ഉണ്ടായിരുന്നു. ആദ് ജനത കച്ചവടത്തിലൂടെയാണ് ഉപജീവനം കണ്ടെത്തിയിരുന്നത്. കാലക്രമേണ അവർ സമ്പന്നരും ശക്തരും ആയിത്തീർന്നു. സാമ്പത്ത് വർദ്ധിപ്പിക്കാൻ അഴിമതി നടത്തുകയും പിശാചിനെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു. അവർ അനീതി പ്രവർത്തിക്കുകയും അഹങ്കാരത്തോടെ പെരുമാറുകയും കൂടുതൽ സമ്പത്തിനായി കച്ചവടത്തിൽ വഞ്ചിക്കുകയും ചെയ്തു. അല്ലാഹുവിൽ വിശ്വസിക്കാനായി ഹൂദ് അലൈഹിസ്സലാം അവരെ ക്ഷണിച്ചു. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ കാണാം: ആദ് സമൂഹത്തിലേക്ക് അവരുടെ സഹോദരനായ ഹൂദിനെ ഞാൻ നിയോഗിക്കുകയുണ്ടായി. അദ്ദേഹം ജനങ്ങളെ ഏക ദൈവമായ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, മറ്റുള്ളവയെ നിങ്ങൾ കെട്ടിച്ചമ്മച്ചു പറയുന്നതാണ്. ജനങ്ങൾ നബിയെ പരിഹസിച്ചു, സമൂഹത്തിൽ നിന്നും പുറത്താക്കുമെന്ന് ഭീഷണി മുഴക്കി. ആദ് സമൂഹം ബിംബാരാധകർ ആയിരുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമടങ്ങിയ പ്രകൃതി ശക്തിയെ അവർ ആരാധിച്ചിരുന്നു. ബഹുദൈവവിശ്വാസികളായ അവരെ ഏക ദൈവവിശ്വാസത്തിലേക്കാണ് ഹൂദ് നബി ക്ഷണിച്ചത്. ഹേ ജനങ്ങളെ, ഞാൻ നിങ്ങളെ സത്യമതത്തിലേക്ക് ക്ഷണിക്കുന്നതുകൊണ്ട് ഒരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല. എന്റെ പ്രതിഫലം ഇലാഹായ അല്ലാഹു താല തന്നുകൊള്ളും. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലേ? ഹൂദ് നബി ഇപ്രകാരം പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. മനുഷ്യരുടെ ബുദ്ധിമണ്ഡലത്തെ തൊട്ടുണർത്താൻ ഉതകുന്ന ചോദ്യമാണിത്. പക്ഷേ ആദ് സമൂഹം അവരുടെ ബഹുദൈവാരാധനയിൽ നിന്നും വിരമിച്ചു അല്ലാഹുവിൽ അഭയം തേടാൻ ഒരുക്കമല്ലായിരുന്നു. ഹൂദ് നബിയെക്കുറിച്ച് ഖുർആനിൽ നന്നായി വിവരിക്കുന്നുണ്ട്. ഗോതമ്പു നിറമുള്ള സുമുഖനായിരുന്നു അദ്ദേഹം. ശരീരത്തിൽ നിറയെ രോമങ്ങളുണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ ഉതകുന്ന സൗന്ദര്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. നീണ്ട മുടിയും താഴ്ന്ന അരക്കെട്ടും അദ്ദേഹത്തിന്റെ ഭംഗി കൂട്ടി. ചരിത്രകാരന്മാർ ആദ് സമൂഹത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട്: പഴയ ആദുകാരും പിൽക്കാല ആദുകാരും. പഴയകാല ആദു വിഭാഗക്കാരിലേക്കാണ് ഹൂദ് നബിയെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. അവർ 13 ഗോത്രക്കാർ ഉണ്ടായിരുന്നു. രാജാവായ ആദ് 1200 വർഷം ജീവിച്ചിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. പഴയ ആദ് ഗോത്രത്തെ ഇറം ഗോത്രം എന്നും അറിയപ്പെടുന്നു. ഇന്നും ഇറം ഗോത്രക്കാരുടെ അവശിഷ്ടം യമനിലെ അഹ്കാഫ് എന്ന സ്ഥലത്ത് കാണാം. 80 അടി വരെ ഉയരമുള്ള ആളുകൾ അവരിൽ ഉണ്ടായിരുന്നു. അവരുടെ ശിരസ്സിനെ ഗോപുരം പോലെയാണെന്നാണ് പണ്ഡിതർ പറയുന്നത്. ഒട്ടകത്തെയായിരുന്നു സഞ്ചാരത്തിനായി ഉപയോഗിച്ചിരുന്നത്. അവരുടെ പ്രധാന ആരാധനാ ദേവത അഗ്നിയായിരുന്നു. അഗ്നിയെ പ്രകീർത്തിക്കാൻ ഒരുപാട് വഴിപാടുകൾ നടത്തിയിരുന്നു. പിന്നത്തേത് മഴ ദേവത ആയിരുന്നു. മറ്റൊന്ന് ഇരുട്ടിന്റെ ദേവാനായിരുന്നു. ആദ് സമൂഹത്തിന്റെ അന്ത്യനാളുകളെപ്പറ്റി ഖുർആൻ ഇങ്ങനെ പറയുന്നു: എന്റെ കൽപ്പന വന്നപ്പോൾ നൂഹിനെയും അവന്റെ അനുയായികളെയും കാരുണ്യം കൊണ്ട് ഞാൻ സംരക്ഷിച്ചു. കഠിനമായ ശിക്ഷയിൽ നിന്നും ഞാനവരെ രക്ഷപ്പെടുത്തി. തീർച്ചയായും ആദ് ജനത അവരുടെ രക്ഷിതാവിനോട് നന്ദികേട് കാണിച്ചിരിക്കുന്നു. അവർക്ക് മേൽ വരാനിരിക്കുന്ന വിപത്തിനെ തൊട്ട് താക്കീത് നൽകിയാലും അല്ലാഹുവിന്റെ കടുത്ത പരീക്ഷണം അവർക്കു നേരെ വന്നു. മഴ പെയ്യാതെ കടുത്ത വരൾച്ച നേരിട്ടു. ഇത് അവരുടെ കൃഷിയെ ബാധിച്ചു. അരുവികൾ വറ്റിത്തുടങ്ങിയപ്പോൾ ജനം പരിഭ്രാന്തരായി. സമ്പത്ത് കുറയുകയും പട്ടിണി സ്ഥിരമാവുകയും ചെയ്തു. ആദ് സമൂഹത്തിനു മുമ്പിൽ ഹൂദ് അലൈഹിസ്സലാം നിരന്തരം താക്കീത് നൽകിക്കൊണ്ടിരുന്നു. പക്ഷേ അവർ അല്ലാഹുവിനെ അപമാനിക്കുകയും ഹൂദ് നബിയെ ബുദ്ധിയില്ലാത്തവനെന്ന് പറഞ്ഞു കല്ലെറിയുകയും ചെയ്തു. വരൾച്ച മുറുകിയപ്പോൾ മക്കയിലേക്ക് ഹിജ്റ പോകാൻ 17 നേതാക്കന്മാരെ തിരഞ്ഞെടുത്തു. അവരുടെ നേതൃത്വത്തിൽ മരുഭൂമിയിൽ ഒട്ടകങ്ങളുടെ ഒരു നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടു.
അക്കാലത്ത് മക്ക ഭരിച്ചിരുന്നത് അമാലിക്കത്ത് വർഗത്തിൽ പെട്ട മുആവിയ എന്നയാളായിരുന്നു. അദ്ദേഹവും ആദ് സമൂഹത്തിൽ പെട്ട വ്യക്തിയാണ്. ആദ് സമൂഹം മക്കയിലെ മലമുകളിൽ കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ആകാശത്തു 3 നിറത്തിലുള്ള മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു: ചുവന്ന മേഘം, വെളുത്ത മേഘം, കറുത്ത മേഘം. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ ആകാശത്തുനിന്നും ഒരു ശബ്ദം പുറപ്പെട്ടു. ആ ശബ്ദം ഇഷ്ടമുള്ള മേഘത്തെ തിരഞ്ഞെടുക്കാൻ ആദ് സമുദായത്തോട് ആവശ്യപ്പെട്ടു. കറുത്ത മേഘത്തിൽ നിന്നാണ് കൂടുതൽ മഴ ലഭിക്കുക, അതുകൊണ്ട് അവർ കറുത്ത മേഘത്തെ തിരഞ്ഞെടുത്തു. അവർ ഒട്ടകങ്ങളെ തയ്യാറാക്കി നാട്ടിലേക്ക് തിരിച്ചു. മഴ ഉടനെ വരും, അതിനു മുമ്പ് കിണറുകളും കുളങ്ങളും വൃത്തിയാക്കി വയ്ക്കുകയും ശുദ്ധജലം ശേഖരിക്കാനുള്ള പത്രങ്ങൾ തയ്യാറാക്കി വയ്ക്കുകയും വേണം. ആദ്കാർ വീടുകളിൽ നിന്നിറങ്ങി വെള്ളം ശേഖരിക്കാനുള്ള തോടുകൾ വൃത്തിയാക്കാൻ ആരംഭിച്ചു. മേഘത്തെ വീക്ഷിച്ച ഹൂദ് നബി വിളിച്ചു പറഞ്ഞു: ഹേ സഹോദരങ്ങളെ, ഇത് അനുഗ്രഹത്തിന്റെ മേഘമല്ല, ശിക്ഷയുടെ മേഘമാണ്. ഇനിയെങ്കിലും അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങൂ. നബിയുടെ വാക്കുകൾ കേട്ട ജനങ്ങൾ ആർത്തുചിരിച്ചു, പരിഹസിച്ചുകൊണ്ട് തള്ളിപ്പറഞ്ഞു. തങ്ങൾ മല്ലന്മാരും ശക്തരുമാണെന്നും എന്ത് വിധിയെയും തടുക്കാൻ കൽപ്പുള്ളവരാണെന്നും അവർ ശാഠ്യം പിടിച്ചു. പെട്ടെന്ന് ഒരു ദിവസം അല്ലാഹുവിന്റെ പക്കൽ നിന്നും ഒരു അറിയിപ്പ് ലഭിച്ചു. ആദ് സമൂഹത്തെ ഉപേക്ഷിച്ച് നാട്ടിൽ നിന്നും വിശ്വാസികളായ ജനങ്ങളെയും വഹിച്ചുകൊണ്ട് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറാനായിരുന്നു അത്. വൈകാതെ ഹൂദ് നബി തന്റെ അനുയായികളെയും കൂട്ടി നാടുവിട്ടുപോയി. പെട്ടെന്നാണ് ഭൂമിയിൽ ഇരുട്ട് കയറിയത്. ആകാശം ഇരുണ്ടുവന്നു, കാറ്റുവീശാൻ തുടങ്ങി, സകലതും തട്ടിത്തെറിപ്പിക്കുന്ന കാറ്റ്. അത് പിന്നീട് ഒരു ചുഴലിയായി രൂപാന്തരപ്പെട്ടു. സകലതിനെയും നശിപ്പിച്ച ആ ചുഴി ദിവസങ്ങളോളം നീണ്ടുനിന്നു. 7 രാത്രിയും 8 പകലും അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷ അവരെ തളർത്തി. മല്ലന്മാരുടെ ശക്തി ക്ഷയിക്കുകയും എല്ലാ മനുഷ്യരും മൃഗങ്ങളും മണലിനടിയിലാവുകയും ചെയ്തു. ആദുകാരുടെ ശരീരഫലം അവരെ കടാക്ഷിച്ചില്ല. ഈഴാം പാറ്റകളെപ്പോലെ അവർ പറന്നു നടന്നു. ഇത്തപ്പന മരം കടപുഴകി വീണതുപോലെ അവരുടെ ശരീരം കാണപ്പെട്ടു. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ വേണ്ടവിധം ഉപയോഗിക്കാത്ത ബുദ്ധിശൂന്യരായ ആ ജനവിഭാഗം മുഴുവനായും തകർന്നു. അവരുടെ അഹങ്കാരത്തിന്റെ സ്തൂപങ്ങൾ നിലം പൊത്തി. കൊടുങ്കാറ്റിനുശേഷം ഹൂദ് നബി മക്കയിൽ വരികയും അവിടെ കുറച്ചുകാലം താമസിച്ച ശേഷം വഫാത്താവുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. ഹൂദ് നബി 460 വർഷക്കാലം മക്കയിൽ ജീവിച്ചു എന്നും ഹദീസുകളിൽ കാണാം. അഹങ്കാരവും ശക്തിയുടെ മനുഷ്യനെ അല്ലാഹുവിൽ നിന്ന് ദൂരത്തേക്ക് കൊണ്ടുപോകുന്നു. സമ്പത്തും അധികാരവും ഉണ്ടെങ്കിലും ഈമാൻ ഇല്ലെങ്കിൽ അതെല്ലാം ശൂന്യമാണ്. ആദ് ഗോത്രം, ഞങ്ങളെക്കാൾ ശക്തർ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു കാറ്റിലൂടെ അവരെ ഇല്ലാതാക്കി. അവർക്കില്ലാതിരുന്നത് ശക്തിയല്ല, മറിച്ച് വിനയമായിരുന്നു. ഹൂദ് അലൈഹിസ്സലാമിനു ശേഷം വീണ്ടും ഒരുപാട് പ്രവാചകന്മാർ ഉണ്ടായി വന്നു. അവരെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും ദുനിയാവിൽ ചെയ്യുന്ന സ്വതകയായി അല്ലാഹു സ്വീകരിക്കട്ടെ. നിങ്ങളുടെ ദുആ വസിയത്തുകൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം. എനിക്ക് നിങ്ങൾക്കായി ചെയ്യാൻ കഴിയുന്നത് ദുആ ചെയ്യുക എന്നത് മാത്രമാണ്. ഇനിയും ഇതുപോലുള്ള ചരിത്ര വീഡിയോകൾ കാണാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അസ്സലാമു അലൈക്കും.